Dear students, നിങ്ങളുടെ അഞ്ചാമത്തെ യൂണിറ്റ് കോസ്മിക് റേസ് ആൻഡ് എലമെന്ററി പാർട്ടിക്കിൾസ് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് കോസ്മിക് റേസ് എന്താണെന്ന് നോക്കാം. കോസ്മിക് റേസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഹൈലി പെനിട്രേറ്റിംഗ് റേഡിയേഷൻസ് എൻറ്ററിങ് ദ എർത്ത്സ് അറ്റ്മോസ്ഫിയർ ഇൻ ആൾ ഡയറക്ഷൻസ് ഫ്രം ഔട്ടർ സ്പേസ്. ഇതിൽ മോസ്റ്റ് ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഹാവ് എനർജി ഓഫ് ഓർഡർ ഓഫ് 15 giga electron volt. You know 1 giga electron volt is 10 raised to 9 electron volt. So it is highly energetic particles. Cosmic rays consist of highly energetic particles, charged particles, and it was first detected by Elster and Geitel in 1899, and in 1900 it was discovered again by C.T.R. Wilson. They are named as cosmic rays by Millikan. The C.T.R. Wilson and Elster and Geitel found leakage of charges from a well-insulated electroscope. They thought that this may be due to the ionizing radiations coming from radioactive substances present in the earth. But this leakage was found when the telescope was taken to a height above the earth. Later, electroscope is taken at different altitudes in balloons and found that the rate of discharge from electrodes increases as we go higher above the earth. The discharge is due to the ionizing radiation present there. So from these observations, it was concluded that some kind of penetrating rays were entering the Earth's atmosphere from outer space in all directions. So these rays were named as cosmic rays by Millikan. Cosmic rays are broadly classified into two: primary cosmic rays and secondary cosmic rays. So let us look what is primary cosmic rays. The cosmic rays which are just entering our Earth atmosphere from outer space are called primary cosmic rays. Primary cosmic rays consist of positively charged atomic nuclei with Z atomic number up to 40. About 90% of primaries are protons. Primaries are protons, 9% helium nuclei, and the remaining 1% are heavy nuclei. So these energies of cosmic rays can be varied from 1 mega electron volt to 1014 mega electron volt. So this is what about primary cosmic rays. So most of these rays entering our earth is primary cosmic rays. What are secondary cosmic rays? When primary cosmic rays interact with the nuclei of atmospheric gases, secondary cosmic rays are produced. ഇത് നടക്കുന്നത് ഒരു 20 കിലോമീറ്റർ ആൾട്ടിറ്റ്യൂഡിന് താഴെയാണ്. അതിന് താഴെയുള്ളതെല്ലാം കോസ്മിക് റേഡിയേഷൻ സെക്കൻഡറി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, വെൻ എൻറ്ററിങ് ടു അറ്റ്മോസ്ഫിയർ, ദ പ്രൈമറി കോസ്മിക് റേസ് കൊളൈഡ് വിത്ത് എയർ ന്യൂക്ലിയൈ ആൻഡ് ദേ പ്രൊഡ്യൂസ് പൈ മീസോൺസ്. പൈ മീസോൺസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് ന്യൂട്രൽ ആയിട്ടുള്ള ഉള്ളതുണ്ട്, ആൻഡ് സം ഹൈപ്രോൺസും ഇതിലുണ്ട്. അങ്ങനെ പൈ മീസോൺസ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പൈ മീസോൺസ് സഫീഷ്യൻ്റ് എനർജി ഉണ്ടാവും അവർക്ക്, ആൻഡ് അത് ലൈറ്റർ പാർട്ടിക്കിളായിട്ട് അത് പിന്നീട് ഡീകേ ചെയ്യും. ഫോർ എക്സാമ്പിൾ മ്യൂ മീസോൺസ്, ഇലക്ട്രോൺസ്, പോസിട്രോൺസ്, ന്യൂട്രിനോസ് ആൻഡ് ഫോട്ടോൺസ്. ഇങ്ങനെ ലൈറ്റർ പാർട്ടിക്കിളായിട്ട് ഈ പൈ മീസോൺസ് പിന്നീട് ഡീകേ ചെയ്യുന്നു. സോ ആൾ സച്ച് പാർട്ടിക്കിൾസ് ആർ കാൾഡ് സെക്കൻഡറി കോസ്മിക് റേസ്. സോ സെക്കൻഡറി കോസ്മിക് റേസ് എങ്ങനെ ഉണ്ടാകുന്നത്? പ്രൈമറി കോസ്മിക് റേസ് interact with the nuclei of atmospheric gases, secondary cosmic rays അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി സീ ലെവലിൽ നോക്കുകയാണെങ്കിൽ സെക്കൻഡറി കോസ്മിക് റേസ് 70% മ്യൂ മീസോൺസ് ആണ്. നമ്മൾ പറഞ്ഞു ഇവിടെ പൈ മീസോൺസ്, മ്യൂ മീസോൺസും, ഇലക്ട്രോൺസും, പോസിട്രോൺസും, ന്യൂട്രോൺസും, ഫോട്ടോൺസും ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. അതിൽ 70% സീ ലെവലിൽ നോക്കുകയാണെങ്കിൽ 70% ഈ പൈ മീസോൺസ് ആണ്. 29% ഇലക്ട്രോൺസ് ആണ്. ഇലക്ട്രോൺ പോസിട്രോൺ പെയറുകളാണ്. ഇലക്ട്രോൺ പോസിട്രോൺ പെയറുകളാണ് 29%. ബാക്കിയുള്ള 1% ആണ് നമുക്ക് ഒരു ഹെവി പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. സോ മീസോൺസിൽ മീസോൺസ് ഇൻ ദ സെക്കൻഡറി കോസ്മിക് റേസ് കൺസിസ്റ്റ് ദ ഹാർഡ് കമ്പണൻസ് ആൻഡ് ദ ഇലക്ട്രോൺസ്. സോ അവർ 1% ഹെവി പാർട്ടിക്കിൾ ഹാർഡ് കമ്പണൻ്റ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, പോസിട്രോൺ ഉണ്ട്, ഫോട്ടോൺസ് ഉണ്ട്, അതേപോലെ സോഫ്റ്റ് കമ്പോണൻസും ഹാർഡ് കമ്പോണൻസും എല്ലാം കൂടിയതാണ് സെക്കൻഡറി കോസ്മിക് റേസ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനനാണ് കോസ്മിക് റേ ഷവേഴ്സ്. കോസ്മിക് റേ ഷവേഴ്സ് എന്ന് പറയുമ്പോൾ കോസ്മിക് റേസ് അപ്പിയേഴ്സ് ടു അറൈവ് ഇൻ ഗ്രൂപ്പ് ഹാവിംഗ് കോമൺ ഒറിജിൻ. അങ്ങനെയാണ് കോസ്മിക് റേസ് ഷവർ. ഒരു കോമൺ ഒറിജിനിൽ നിന്ന് വരുന്ന കോസ്മിക് റേസ് നമുക്ക് അപ്പിയർ ചെയ്യുന്നതിനെ
കോസ്മിക് റേ ഷവേഴ്സ് എന്ന് പറയും. ഇത് ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് ബാബ ആൻഡ് ഹെറ്റ്ലർ ആയിരുന്നു ഇൻ പ്രോസസ് ഓഫ് പെയർ പ്രൊഡക്ഷൻ. പെയർ പ്രൊഡക്ഷൻ്റെ ഇമേജ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഇൻ ടേംസ് ഓഫ് പെയർ പ്രൊഡക്ഷൻ. അതായത് അക്കോർഡിംഗ് ടു ബാബ ആൻഡ് ഹെറ്റ്ലർ, എനർജറ്റിക് ഇലക്ട്രോൺസ് ആർ പോസിട്രോൺസ് പ്രസന്റ് ഇൻ കോസ്മിക് റേസ് loses energy when it encounters the nuclei of the atoms on earth atmosphere. So ഇലക്ട്രോൺസ് വരികയാണ്, ഇലക്ട്രോൺസ് ഓർ പോസിട്രോൺസ്, എനർജറ്റിക് ഇലക്ട്രോൺസ് ഓർ പോസിട്രോൺസ് ഏതെങ്കിലും ഒന്ന് നമ്മൾ കോസ്മിക് റേസ് വരുന്നു, അതിന് എനർജി ലൂസ് ആവുന്നു. എങ്ങനെ? വെൻ ഇറ്റ് എൻകൗണ്ടേഴ്സ് ദ ന്യൂക്ലിയൈ ഓഫ് ദി ആറ്റംസ് ഇൻ എർത്ത് അറ്റ്മോസ്ഫിയർ, ദ എനർജി അപ്പിയേഴ്സ് ആസ് ഹൈ എനർജറ്റിക് ഫോട്ടോൺസ്, അതൊരു ഫോട്ടോൺ ആയിട്ട് മാറുന്നു. When such photons interact with the nucleus of atom via Coulomb forces, it produces an electron and positron. This is known as pair production. അപ്പോൾ ഉണ്ടാകുന്ന മിനിമം എനർജി ഫോർ പെയർ പ്രൊഡക്ഷൻ നമുക്ക് ആവശ്യമാണ് 1.022 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി ആവശ്യമാണ് ഒരു പെയർ പ്രൊഡക്ഷൻ. ഈ പെയർ പ്രൊഡക്ഷൻ്റെ ഒരു ഗ്രാഫിക്കൽ ഒരു ഇതിൽ 2 സ്റ്റെപ്പായിട്ടാണ് കോസ്മിക് റേ ഷവേഴ്സ് നടക്കുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് റേഡിയേറ്റീവ് കൊളീഷൻ, രണ്ടാമത്തെ പെയർ പ്രൊഡക്ഷൻ. എനർജറ്റിക് ഇലക്ട്രോൺ അല്ലെങ്കിൽ പോസിട്രോൺ പ്രസന്റ് ഇൻ എ കോസ്മിക് റേ loses energy when it encounters with the nuclei of the atoms in our earth atmosphere. Therefore this energy appears as highly energetic photons as seen in this image. These electrons or positrons are giving rise to photons when it encounters with nucleus or nuclei, and these energetic photons interacts with the photons interact with the nucleus of the atom via Coulomb's forces, and it produces electrons and positrons as seen here. It produces the separate electrons and positrons. These separate electrons and positrons are capable of producing more and more pair production. This one step is called pair production, but photons are giving rise to electron and positron pairs. This is called a pair production, and the minimum energy for this pair production, as we seen, it is 1.022 MeV. So that much energy is required. Therefore the electrons and positrons so produced have sufficient energy to produce more photons on interaction with the nuclei. So this results in the further pair production and generation of a further large number of photons, electrons and positrons are occurring as seen in this figure. There are a lot of pair productions happening as a result of this single common origin. So this all are generated due to a common origin. So this is known as cosmic ray showers. The electron this is cosmic ray shower, but there is a reverse process of cosmic ray showers. There is multiplication of this electron and positron pairs will continue until the initial energy becomes the critical value. When the individual energies fall below this critical value, the photon emission and pair production, the 2 steps, cannot go no longer. It will stop the pair production. So there is a initial energy becomes a critical value. When the initial energy becomes critical value or the individual energies fall below this critical energy, this process stops. And the reverse of this process, there are 2 steps as we discussed. It is having 2 steps: photon emission and pair production are the 2 processes involved in the shower production, cosmic ray shower production. So the inverse process of the materialization or pair production is the annihilation of matter. The inverse process of materialization of pair production is called annihilation of matter. This occurs when a positron combines with the electron. This both disappears, producing 2 quanta of gamma rays. That is as the reverse process of this pair production. This electron and positron combines to give rise to a photon. Photon means a quanta of gamma rays is produced in this process. This process is called annihilation of matter. Next we are going to look about latitude effect and longitude effect. Latitude effect is nothing but the variation of cosmic ray intensity with geometric latitude is called latitude effect.
So I can explain with a graph with the geometrical latitude lambda changing from 0 to 90 on both sides. This change in this change variation of cosmic ray intensity with the geometrical latitude is called a latitude effect. You can see in this graph, the graph is between geometrical latitude and cosmic ray intensity. You can see the maximum intensity of cosmic ray intensity is obtained when the it is constant between the geometrical latitude of 42 degree and 90 degree. But at the poles, geometric poles, and intensity is maximum. You can see the maximum intensity is occurred at the occurring at geometric poles, and the equator at lambda is equal to 0. It is having the minimum minimum intensity for this cosmic rays. So cosmic ray has minimum intensity at the equator, and it has maximum at the geometric poles when lambda is equal to 90. It is minimum when lambda is equal to 0 degree. This is shown in this graph. Almost it is constant in between 42 degree and 90 degree. It is constant. It has constant value. So this variation with respect to the geometrical latitude is referred to as latitude effect. The latitude effect നമുക്ക് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് നോക്കാം. എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്റ്റഡ് ഫ്രം നോർത്ത് ടു സൗത്ത് ആണ്. അതേപോലെ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേറ്ററിൽ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് കോസ്മിക് റേസ്. കോസ്മിക് റേസ് വരുന്നതിൻ്റെ ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് കിടക്കുന്നത്. കാരണം ഭൂമിയിൽ സർഫസിൽ അത് ഇക്വേറ്ററിൽ മാഗ്നറ്റിക് ഫീൽഡ് പാരലൽ ടു സർഫസ് ഓഫ് എർത്ത് ആണ് കിടക്കുന്നത്. അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ വരുന്ന കോസ്മിക് റേസ് ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫോഴ്സ് നമുക്കറിയാം QVB ഇൻറ്റു സൈൻ തീറ്റ. ഇറ്റ് ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ആംഗിൾ തീറ്റ. നമ്മുടെ ഫസ്റ്റ് കേസിൽ അതായത് ഇക്വേറ്ററിൽ ഇത് ഈ മാഗ്നറ്റിക് ഫീൽഡും അതോടൊപ്പം മാഗ്നറ്റിക് ഫീൽഡ് ബിയും നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്ന കോസ്മിക് റേസ് പാർട്ടിക്കിൾസും തമ്മിലുള്ള ഡയറക്ഷൻ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ ഇന്റൻസിറ്റി ഓഫ് കോസ്മിക് റേസ് ആർ മിനിമം അറ്റ് ദ ഇക്വേറ്റർ. Therefore the intensity of cosmic rays are minimum as we seen in this figure. പക്ഷേ at poles cosmic rays move parallel to the earth field. So cosmic raysും എർത്തിൻ്റെ ഫീൽഡും തമ്മിലുള്ള ഡയറക്ഷൻ പാരലൽ ആണ്. അതുകൊണ്ട് തന്നെ മിനിമം ഡിഫ്ലക്ഷൻ ഉണ്ടാവുകയും ഇന്റൻസിറ്റി ഓഫ് കോസ്മിക് റേസ് രണ്ട് ഇക്വേറ്ററിലും കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം മാക്സിമം ആയിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതാണ് ലാറ്റിറ്റ്യൂഡ് എഫക്റ്റ്. നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ലോഞ്ചിറ്റ്യൂഡ് എഫക്റ്റ്, അല്ലെങ്കിൽ അതിന് വേറെ പേര് ഈസ്റ്റ് വെസ്റ്റ് എഫക്റ്റ്. ഇതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് കോസ്മിക് റേസ് രണ്ട് ഇപ്പോൾ ഭൂമിയിലേക്ക് വരുന്നു ആസ് സീൻ ഇൻ ദിസ് ഫിഗർ. ഇതിൽ വെസ്റ്റ് നിന്ന് വരുന്നത് കോസ്മിക് റേസ് പാർട്ടിക്കിൾ കമ്മിങ് ഫ്രം ദ വെസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദോസ് കമ്മിങ് ഫ്രം ദ ഈസ്റ്റ് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് ലോഞ്ചിറ്റ്യൂഡ് എഫക്റ്റ് അല്ലെങ്കിൽ അസിമുട്ട്സ് എഫക്റ്റ് എന്ന് പറയുന്നത്. ആ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കമ്മിങ് ഫ്രം ദ വെസ്റ്റ് ഈസ് 14% മോർ ദാൻ ദ പാർട്ടിക്കിൾസ് കമ്മിങ് ഫ്രം ദ ഈസ്റ്റ് ആസ് സീൻ ഇൻ ദിസ് ഫിഗർ. ഈ ഫിനോമിന, ഈ കാണുന്ന ഫിഗറിൽ കാണുന്ന ഈ ഫിനോമിനനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡ് എഫക്റ്റ് ആയിട്ട് പറയാം. ഈ ഫിനോമിനൻ നമുക്കൊരു ഗിവ്സ് an evidence of the fact that cosmic rays are composed mainly of positive charged particles. സോ ഈ ലോഞ്ചിറ്റ്യൂഡ് എഫക്റ്റിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം? അതിനെ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം പോസിറ്റീവ് ചാർജഡ് പാർട്ടിക്കിൾസ് ആർ ഡിഫ്ലക്റ്റഡ് ടുവാർഡ്സ് ദ ഈസ്റ്റ് ബൈ എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് ചാർജഡ് പാർട്ടിക്കിൾസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പ്രകാരം അത് ഇറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ടുവാർഡ്സ് ദി ഈസ്റ്റ്. സോ നമുക്ക് ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് കമ്മിങ് ഫ്രം ദ വെസ്റ്റ് ഓഫ് ദി വെർട്ടിക്കൽ. അങ്ങനെ ഇത് വെസ്റ്റിൽ നിന്ന് വരുന്ന കോസ്മിക് റേസ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ചാർജ്ഡ് പാർട്ടിക്കിൾസ് അപ്രോച്ചിങ് ദ എർത്ത് atmosphere are deflected by the Earth's magnetic field in a direction perpendicular to the magnetic field and to the direction of their motion. So this deflection from west to east feels like more number of cosmic rays are coming
from the west. Thus, at any longitude, more particles approaches to the earth from west than east. എന്നുള്ള ഈ എഫക്റ്റിനെ പറയുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഈസ്റ്റ് വെസ്റ്റ് എഫക്റ്റ്. സോ ഈസ്റ്റ് എന്ന് വരുന്നത് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു, ഇതിന് ലോഞ്ചിറ്റ്യൂഡ് എഫക്റ്റ്. ഇനി ഈ ഹൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഈ കോസ്മിക് റേസിന്റെ എഫക്റ്റിനെ നമുക്ക് കാണാം. അതിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഇൻറ്റൻസിറ്റി ഓഫ് കോസ്മിക് റേസ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആൾട്ടിറ്റ്യൂഡായിട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇൻറ്റൻസിറ്റി ഓഫ് കോസ്മിക് റേസ് obviously it is varies with the altitude as well. So it is observed that intensity rises slowly up to a height of about 8 kilometers, after which the rise becomes fast up to about 19 to 24 kilometer വരെ അത് കൂടുന്നുണ്ട്. അപ്പോൾ at heights above 24 kilometer the intensity starts decreasing gradually. So 24 വരെ കൂടി പിന്നെ intensity കുറയുന്നതായിട്ടാണ് കാണുന്നത്. The maximum of intensity is not at the top of the atmosphere, but well below it, just below the atmosphere. It is maximum intensity കാണുന്നത് just below the atmosphere ആണ്. അതായത് this is the reason that this at this height, at particular height, the primary cosmic rays produces quite a good number of secondary particles due to the interaction with the nuclei of atmospheric gases. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കോസ്മിക് റേസ് രണ്ടായി നമ്മൾക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, പ്രൈമറി, സെക്കൻഡറി. ഈ പ്രൈമറി കോസ്മിക് റേസ് ഗുഡ് നമ്പർ ഓഫ് സെക്കൻഡറി പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ ഈ ഇൻറ്റൻസിറ്റി ഓഫ് കോസ്മിക് റേസ് മാക്സിമം ആവുന്നത് ഈ ഒരു ലെവൽ, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയർ വെൽ ബിലോ അറ്റ്മോസ്ഫിയറിന് താഴെയായിട്ട് നമുക്കൊരു കുറച്ച് താഴെ ഒരു മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുന്നുണ്ട്. So both primary and secondary rays are present in large amount at that height, that particular height. With the decrease of altitude, the absorption increases. താഴേക്ക് ആൾട്ടിറ്റ്യൂഡ് പിന്നെ കുറയുമ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ കൂടുകയും ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരികയും ചെയ്യും. സോ ഈ ആൾട്ടിറ്റ്യൂഡിനനുസരിച്ച് ഉണ്ടാകുന്ന ഈ ഇൻറ്റൻസിറ്റി ചേഞ്ച് നമുക്ക് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കോസ്മിക് റേസിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളിപ്പം 3 കാര്യങ്ങൾ കൊണ്ട് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ലാറ്റിറ്റ്യൂഡ് എഫക്റ്റ്. ഈ എഫക്റ്റ് ഡ്യൂ ടു ദി നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കൊണ്ട് ഉണ്ടാകുന്ന ഈ ഒരു എഫക്റ്റും. ലോഞ്ചിറ്റ്യൂഡൽ എഫക്റ്റ്, ദിസ് ഈസ് ബിക്കോസ് ഓഫ് അക്കോർഡിംഗ് ടു ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആണെന്നുള്ളതിൻ്റെ ഒരു എവിഡൻസ് കൂടെയാണ് ഈ ലോഞ്ചിറ്റ്യൂഡ് എഫക്റ്റ്. മൂന്നാമത്തത് നമുക്കൊരു ഇൻറ്റൻസിറ്റി ഓഫ് കോസ്മിക് റേ വിത്ത് റെസ്പെക്ട് ടു ആൾട്ടിറ്റ്യൂഡ് മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ സ്റ്റഡി ചെയ്തു. അടുത്തത് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് വരികയാണ്, എലമെൻ്ററി പാർട്ടിക്കിൾസ്. സോ കോസ്മിക് റേസിൻ്റെ കുറിച്ച് നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞു. കോസ്മിക് റേസ് എന്താണെന്നും അതിൽ പ്രൈമറി സെക്കൻഡറി ഉണ്ടെന്നും പിന്നെ കോസ്മിക് റേ ഷവർ എന്താണെന്നും ഈ കോസ്മിക് റേൻ്റെ ഇൻറ്റൻസിറ്റി വേരിയസ് ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പഠിച്ചു. ഇനി എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്താണെന്ന് നോക്കാം. ഓർഡിനറി മാറ്റർ, സാധാരണ ഒരു മാറ്റർ ഉണ്ടായിരിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺസ് കൊണ്ടാണ് അല്ലേ. പക്ഷേ അത് മതി, സീംസ് ഇനഫ് ടു അക്കൗണ്ട് ഫോർ ദ സ്ട്രക്ചർ ഓഫ് യൂണിവേഴ്സ് അറൗണ്ട് us. But there are hundreds of elementary particles have been discovered. Okay, these all particles decay rapidly after being created in high energy collisions between other particles. So it has been clear that some of these particles called leptons are more elementary than others. So ഇതിൽ ഏറ്റവും കുറച്ച് എലമെൻ്ററി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് ആണ്. അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് പാർട്ടിക്കിളിനെയും കൂടെ നമുക്ക് കമ്പയർ ചെയ്യാം, ഹാഡ്രോൺസ്. ഹാഡ്രോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിനേക്കാൾ ചെറിയ കമ്പോസ്ഡ് ഓഫ് ഫാർ സ്മാളർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ക്വാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഹാഡ്രോൺസ് ഉണ്ടായിരിക്കുന്നുണ്ട്. ഈ ക്വാർക്സിനെ നമ്മളിതുവരെ ഡയറക്റ്റ് ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ക്വാർക്സ് കൊണ്ടാണ് ഈ ഹാഡ്രോൺസ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുന്ന 2 പാർട്ടിക്കിൾസ് നമുക്ക് ഹാഡ്രോൺസ്, ലെപ്റ്റോൺസും ഒക്കെ ക്യാൻ ബി കൺസിഡർഡ് ആസ് സം എലമെൻ്ററി ഓർ എലമെൻ്ററി ദാൻ അതേഴ്സ് ആയിട്ട് നമുക്ക് ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോ അങ്ങനെയുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് എലമെൻ്ററി പാർട്ടിക്കിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. എലമെൻ്ററി പാർട്ടിക്കിൾസിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ജനറലായിട്ട് ഇതിനെ 2 കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യാം, ബോസോൺസും ഫെർമിയോൺസും. ബോസോൺസിന് ഇൻ്റഗ്രൽസ് പിന്നുണ്ടാവും. അതിൽ എക്സാമ്പിളാണ് ഫോട്ടോൺസ്. It's having the examples like photons,
and pi mesons, W bosons. ഇതെല്ലാം ഫോർ ബോസോൺസിന് എക്സാമ്പിൾസ് ആണ്. ഫോട്ടോൺസ്, പൈ mesons, K mesons, W bosons are examples of bosons. So bosons are particles mediating all basic interaction which does not obey Pauli's exclusion principle. Fermions, ഇനി വേറൊരു കാറ്റഗറിയാണ് ഫെർമിയോൺസ്. ദേ ആർ ഇതിന് വിപരീതമായിട്ട് ദേ ഒബേ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഇവയുടെ സ്പിന്ന് ഇൻ്റഗ്രൽ അല്ല, ഹാഫ് ഇൻ്റഗ്രൽ ആണ്. വിച്ച് ഇസ് ദ സ്പിൻ ഈസ് ഹാഫ് ഇൻ്റഗ്രൽ. അതിന് എക്സാമ്പിൾ ആണ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് തുടങ്ങിയ കാര്യങ്ങൾ ഇവർക്ക് ഫെർമിയോൺസിന് എക്സാമ്പിൾ ആണ്. ഇനി ഇവ തമ്മിലുള്ള വേറൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ നമ്പർ ഓഫ് ഫെർമിയോൺസ് ഈസ് സ്ട്രിക്ട്ലി കൺസേർവ്ഡ് where there is no conservation law controlling the total number of bosons in the universe. So ഫെർമിയോൺസിൻ്റെ ടോട്ടൽ നമ്പർ കൺസർവ്ഡ് ആണ്. പക്ഷേ ബോസോൺസിൻ്റെ ഒരു കൺസർവേഷൻ ലോ അല്ലെങ്കിൽ കൺസർവേഷൻ ലോ കൺട്രോളിങ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോസോൺസ് ഇതുവരെ ഇല്ല എന്ന് പറയാം. ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇനി വേറെ ഒരു ക്ലാസിഫിക്കേഷൻ. So another classification is based on the sensitivity of particles to the strong force. ആ ക്ലാസിഫിക്കേഷനിൽ ഫർദർ ക്രൈറ്റീരിയ ക്ലാസിഫിക്കേഷനിൽ നമുക്കൊരു വേറെ ഡിവിഷൻ, ഇതിനെ വേറെ രീതിയിൽ ഡിവൈഡ് ചെയ്യാം. അതായത് 4 ഡിസ്റ്റിങ്ക്റ്റ്, ദേ ആർ 4 ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ്സ്. ദേ ആർ ബാരിയോൺസ്, മീസോൺസ്, ലെപ്റ്റോൺസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ബോസോൺസ്. ഇതിൽ മീസോൺസും ബാരിയോൺസിനെയും നമുക്ക് ഹെഡ്രോൺസ് എന്ന് വിളിക്കാം. അതല്ലാതെ ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ഈ ലെപ്റ്റോൺസ് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ലൈറ്റർ പാർട്ടിക്കിൾ which seems to be truly elementary in nature. They are having no internal structure and they are point particles. So leptons are not affected by strong interaction, but they are affected only by electromagnetic and weak forces like weak and gravitational forces. They are affected only by these. Electrons name electron neutrino നമുക്ക് leptons ആയിട്ട് കൺസിഡർ ചെയ്യാം. Electron neutrino അല്ലെങ്കിൽ nu e, it was predicted to explain beta decay theory. 2 other leptons are muon mu and the neutrino associated with it അല്ലെങ്കിൽ nu mu and the neutrino associated with muon. ഇത് രണ്ടുമാണ് other leptons. So electron neutrino are leptons. Apart from this muon and neutrino associated with mu are leptons. This nu mu which they were first discovered in the decay of charged pions. ഒരു ചാർജ്ഡ് പയോൺസിൻ്റെ എന്തൊക്കെയായിട്ട് അത് ഡീക്കേ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ ഡീക്കേ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ചാർജ്ഡ് ഡീക്കേ പയോൺ അല്ലെങ്കിൽ അത് പൈ പ്ലസ് എന്തൊക്കെയാവുന്നുണ്ട്, മ്യൂ പ്ലസും ന്യൂ മ്യൂ ആയിട്ട് മാറുന്നുണ്ട്. മ്യൂ പ്ലസ് ആൻഡ് ന്യൂ മ്യൂ. വേറെ പൈ ചാർജ്ഡ് പയോണിൽ മൈനസ് ചാർജ് പൈ മൈനസ് മ്യൂ മൈനസും ന്യൂ ബാർ മ്യൂ ആയിട്ട് മാറുന്നത്. ഇതിൽ മ്യൂ മൈനസ് എന്ന് പറഞ്ഞാൽ ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് മ്യൂൺ. ഈ മ്യൂ പ്ലസിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ മ്യൂ ആണ്, ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് മ്യൂൺ ആണ് മ്യൂ മൈനസ്. ഈ ന്യൂ ബാർ മ്യൂ പറഞ്ഞാൽ ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ന്യൂ മ്യൂ. ന്യൂ മ്യൂ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ന്യൂ മ്യൂ പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ന്യൂട്രിനോ അസോസിയേറ്റഡ് വിത്ത് മ്യൂൺ. മ്യൂൺ ഈസ് എ ലെപ്റ്റോൺ, അതിനായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു ന്യൂട്രിനോ ആണ് ന്യൂ മ്യൂ. അപ്പോൾ പയോൺ പൈ പ്ലസ് പയോൺ ഇതായിട്ടും പൈ മൈനസ് ഇങ്ങനെയും ഡീക്കേ ചെയ്യുന്നുണ്ട്. എല്ലാ പാർട്ടിക്കിളിനും അതിൻ്റേതായ ആൻറ്റി പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, സോ ബീറ്റ ഡീക്കയിൽ ഉണ്ടാകുന്ന അതേ ന്യൂട്രിനോസ് അല്ല പയോൺ ഡീക്കയിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മ്യൂൺസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ രണ്ടിനും റെസ്റ്റ് മാസ് സെയിം ആണ്, 1.06 MeV/c², ആൻഡ് ഇറ്റ് ഹാസ് ദ സെയിം സ്പിൻ, ഹാഫ് ആണ് ഇതിൻ്റെ രണ്ടിൻ്റെ സ്പിൻ. ഇത് രണ്ടും പിന്നീട് ഈ മ്യൂ പ്ലസും മ്യൂ മൈനസും പിന്നീട് ഇലക്ട്രോൺസും ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോ പെയറുമായിട്ട് ഇത് ഡീക്കേ ചെയ്യുന്നുണ്ട്. അതൊന്ന് നോക്കാം. മ്യൂ പ്ലസ് എന്തൊക്കെയാകുന്നുണ്ട്, ഇലക്ട്രോൺ ആൻഡ് ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോ പെയർ. ഇവിടെ നോക്കാം, ഇലക്ട്രോണിൻ്റെ ന്യൂട്രിനോ ആൻറ്റി ന്യൂട്രിനോ, ഇലക്ട്രോൺ അതിൻ്റെ ന്യൂട്രിനോ, പിന്നെ മ്യൂണിൻ്റെ ന്യൂ മ്യൂ അല്ലെങ്കിൽ ന്യൂ മ്യൂവിൻ്റെ ആൻറ്റി ന്യൂട്രിനോ ആയിട്ട് ഇത് ഡീക്കേ ചെയ്യുന്നത്. അതേപോലെ മ്യൂ മൈനസ് ഇ മൈനസ് പ്ലസ് ന്യൂ മ്യൂ പ്ലസ് ന്യൂ ബാർ ഇ ആയിട്ട് ഇവിടെ ഡീക്കേ ചെയ്യുന്നുണ്ട്. സോ ന്യൂ മ്യൂ എന്ന് പറഞ്ഞാൽ മ്യൂ മൈനസ് പറഞ്ഞാൽ ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് മ്യൂൺ ആണ്. മ്യൂൺ ഡീക്കേ ലൈക്ക് ഓൾ leptons is not subject to strong interaction. The final pair of lepton is tau. It is known as tau or tau. So ഇതാണ് ഒരു
നമ്മുടെ ലെപ്റ്റോൺ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഹാഡ്രോൺസിനെ നമുക്ക് നോക്കാം. ഹാഡ്രോൺസ് എന്ന് പറഞ്ഞാൽ വേർഡിൻ്റെ അർത്ഥം തന്നെ ഹെവി എന്നുള്ളതാണ്. എലിമെൻ്ററി പാർട്ടിക്കിൾസ് ആണ് ഇവയും. ബട്ട് ലെപ്റ്റോൺ പോലെയല്ല, ഇവർ സബ്ജക്റ്റഡ് ടു സ്ട്രോങ് ഇൻറ്ററാക്ഷൻ. ഇതിന് ഡെഫിനിറ്റ് സൈസ് ഉണ്ട്, ഓഫ് ദി ഓർഡർ ഓഫ് 10⁻⁵ മീറ്റർ അക്രോസ്. ദർ ആർ 2 kinds of hadrons, mesons and baryons. Mesons particles with zero integrals or integral spin, so they are bosons. So mesonsum baryons ആണ് ഹാഡ്രോൺസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന 2 mesons ആയിട്ടും baryons ആയിട്ടും. ഇതിൽ mesonsന്റെ ഇന്റഗ്രൽ 0 ആവാം, ഇന്റഗ്രൽ സ്പിന്ന് ഈ 0 ആവാം, ഇന്റഗ്രൽ സ്പിൻ ആവാം. അതുകൊണ്ട് അവയെ നമുക്ക് ബോസോൺസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള മീസോൺ ആണ് പയോൺ. All mesons are unstable and it decays in various ways. ഇനി ബാരിയോൺസ് അതിൽ 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, മീസോൺസും ബാരിയോൺസും. അതിൽ മീസോൺസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മീസോൺസിന് 0യും ഇൻ്റഗ്രൽ സ്പിന്നും ആണുള്ളത്. ബോസോൺസ് ആണ്. ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള മീസോൺ പയോൺ ആണ്. എല്ലാ മീസോൺസും അൺസ്റ്റേബിൾ ആണ്, അത് പല രീതിയിൽ ഡീക്കേ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ബാരിയോൺസിൽ നോക്കാം. ബാരിയോൺസിൻ്റെ ഇൻ്റഗ്രൽ ഹാഫ് ഇൻ്റഗ്രൽ സ്പിന്നാണ്, 1/2, 3/2, 5/2 എക്സെട്ര. അതുകൊണ്ട് തന്നെ ഇതിനെ ഫെർമിയോൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇതിൽ 2 ക്ലാസിഫിക്കേഷൻ പറഞ്ഞിരുന്നു. ഒന്ന് ബോസോൺസ്, ഫെർമിയോൺസ്. ഇതിൽ ഫെർമിയോൺസിലാണ് ബാരിയോൺസ് വരുന്നത്. ലൈറ്റസ്റ്റ് ബാരിയോൺ പ്രോട്ടോൺ ആണ്, വിച്ച് ഈസ് ദ ഓൺലി ഹാഡ്രോൺ സ്റ്റേബിൾ ഇൻ ഫ്രീ സ്പേസ്. അതുകൊണ്ട് തന്നെ പ്രോട്ടോൺ പിന്നീട് അതിലൊരു ഡീക്കെ, അതിൻ്റെ ലൈറ്റർ പാർട്ടിക്കിളായിട്ട് അതിന് മാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രോട്ടോണിൻ്റെ പ്രത്യേകത. സോ ബാരിയോൺ നമ്പറും ലെപ്റ്റോൺ നമ്പറും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ടു ഇൻഡിക്കേറ്റ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ്. ഇറ്റ് ഇസ് യൂസ്ഡ് ടു ക്യാരക്ടറൈസ് ബാരിയോൺസ് ആൻഡ് 3 families ഓഫ് ലെപ്റ്റോൺസ്. ഏതൊക്കെയാണ് 3 families ഓഫ് ലെപ്റ്റോൺസ്? നമുക്ക് ഒന്നുകൂടെ ലെപ്റ്റോൺസിൻ്റെ ഫാമിലീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ്? അത് ഇലക്ട്രോൺ ആണ്, ഇലക്ട്രോൺ ന്യൂട്രിനോ ആണ്, അതേപോലെ മ്യോൺ ഉണ്ട്. ഈ 3 families. അതേപോലെ ബാരിയോൺസ്. ബാരിയോൺസിൽ ഏതൊക്കെയാണ് വരുന്നത്? ബാരിയോൺസിൽ വരുന്നത് ഹാഡ്രോൺസ്, ബാരിയോൺസിൽ നമുക്ക് വരുന്നത് പ്രോട്ടോൺ പോലെയുള്ള ബാരിയോൺസും. അതേപോലെ 3 families ഓഫ് ലെപ്റ്റോൺസിനെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ക്യാരക്ടറൈസ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് കോണ്ടന്റ് നമ്പേഴ്സ് ആണ് ബാരിയോൺ നമ്പർ ആൻഡ് ലെപ്റ്റോൺ നമ്പർ. ബാരിയോൺ നമ്പർ B=1 കൊടുക്കുന്നത് എല്ലാ ബാരിയോൺസിനുമാണ്. B=-1 കൊടുക്കുന്നത് ഓൾ ആന്റി ബാരിയോൺസിനും. മറ്റുള്ള പാർട്ടിക്കിൾസിന് B=0 കൊടുക്കും. B=1 ഫോർ ഓൾ ബാരിയോൺസ്, B=-1 ഫോർ ഓൾ ആന്റി ബാരിയോൺസ്, ബട്ട് ഓൾ അതർ പാർട്ടിക്കിൾസ് ഹാവ് B=0. ഇനി ലെപ്റ്റോൺ നമ്പർ ആയിട്ട് നമുക്ക് കൊടുക്കുന്നത് L=1 ആണ്. ഇലക്ട്രോണിന് നമ്മൾ L=1 ഉം, ഇലക്ട്രോൺ ആൻഡ് ഇലക്ട്രോൺ ന്യൂട്രിനോസിന് L=1 കൊടുക്കും. L=-1 കൊടുക്കുന്നത് അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസ്, ഇലക്ട്രോണിൻ്റെയും ഇലക്ട്രോൺ ന്യൂട്രിനോസിൻ്റെയും ആൻറ്റി പാർട്ടിക്കിൾസിന് നമ്മൾ L-1 കൊടുക്കും. അപ്പോൾ മറ്റു പാർട്ടിക്കിൾസിന് നമ്മൾ L=0 കൊടുക്കും. ലെപ്റ്റോൺ നമ്പറിൻ്റെ കേസിൽ ലെപ്റ്റോൺ നമ്പർ L-mu കൊടുക്കുന്നത് L-mu=1 കൊടുക്കുന്നത് മ്യൂൺസിനും ആൻഡ് ദെൻ മ്യൂ ന്യൂട്രിനോസ്. മ്യൂ ന്യൂട്രിനോ എന്ന് പറയുമ്പോൾ മ്യൂ അതിന് നമ്മൾ കൊടുക്കുന്നത് L-mu=1 ആണ്. ഇവിടെ നമ്മൾ E1 കൊടുക്കുന്നത് ഇലക്ട്രോണിനും ഇലക്ട്രോൺ ന്യൂട്രിനോ അതായിട്ടുള്ള ന്യൂ ഇ ബാറിന് എന്ത് കൊടുക്കും? നമ്മൾ Le-1 കൊടുക്കും. L-mu1 കൊടുക്കുന്നത് മ്യോണിനും മ്യൂ ന്യൂട്രിനോക്കും. ഇനി വേറൊരു ലെപ്റ്റോൺ നമ്പർ ഉണ്ട് L-tau=1. അത് കൊടുക്കുന്നത് ടോ ലെപ്റ്റോൺ. ലെപ്റ്റോണിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രൊഡക്റ്റ് ആണ് ടോ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ടോ ലെപ്റ്റോണും അതിൻ്റെ ന്യൂട്രിനോസിനും നമ്മൾ L-tau=1 കൊടുക്കും. ഈ നമ്പേഴ്സിൻ്റെ ബാരിയോൺ നമ്പറും ലെപ്റ്റോൺ നമ്പറും നമ്മൾ ഓരോ വാല്യൂസ് അസൈൻ ചെയ്യുന്നുണ്ട്. ഈ വാല്യൂ അസൈൻ ചെയ്യുന്ന വാല്യൂസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻ എവരി പ്രോസസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് B, Le, L-mu ആൻഡ് L-tau ആർ സെപ്പറേറ്റ്ലി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിനുള്ള ഒരു എക്സാമ്പിൾ ഒരു ന്യൂട്രോൺ ഡീക്കെ ആണ്. ഇവിടെ ഒരു ന്യൂട്രോൺ ഡീക്കെ ചെയ്തിട്ട് പ്രോട്ടോൺ, ഇലക്ട്രോൺ ആൻഡ് ന്യൂ ഇ ബാർ അതായത് ഇലക്ട്രോൺ ന്യൂട്രിനോൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ, ഇത്രയും 3 ന്യൂട്രോൺ ഡീക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ 3 പ്രൊഡക്റ്റിൽ നമ്മൾ പറഞ്ഞു പ്രോട്ടോൺ ആണ് ലൈറ്റസ്റ്റ്
പാർട്ടിക്കിൾ അത് ഇനി ഡീക്കെ ഉണ്ടാവില്ല. അതിനൊരു ഫർദർ ഡീക്കെ. പ്രോട്ടോൺ ഈസ് എ ലൈറ്റസ്റ്റ് ബാരിയോൺ, സോ ഇറ്റ് കനോട്ട് ഡീക്കെ ഫർദർ. ഇവിടെ ബാരിയോൺ നമ്പർ നോക്കാം. ബാരിയോൺ നമ്പറും ലെപ്റ്റോൺ നമ്പറും കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. നോക്കാം. ബാരിയോൺ നമ്പർ ഓഫ് പ്രോട്ടോണും ന്യൂട്രോണും 1 ആണ്. ബാരിയോൺ നമ്പർ ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ 1 1. അപ്പോൾ ബാരിയോൺ നമ്പർ കൺസർവ്ഡ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഡീക്കെ, ബിക്കോസ് ഇവിടെ ഒരു 1 ഇവിടെ ഒരു 1. ബട്ട് നമ്മൾ കണ്ടു ബാരിയോൺ നമ്പറിൽ നോക്കാം. ബാരിയോൺ നമ്പർ ഫോർ ആൾ അതർ പാർട്ടിക്കിൾസ് ബാരിയോൺ നമ്പർ 0 ആണ്. അപ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇതിന് രണ്ടിനും അത് 0 ആണ്. ഇവിടെ ഒരു 1 ഇവിടെ ഒരു 1, അത് കൺസർവ്ഡ് ആയി. ഇനി ലെപ്റ്റോൺ നമ്പർ ഓഫ് നോക്കാം. അത് ന്യൂട്രോണിൻ്റെ 0 ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ ഇവിടെ മൊത്തം നമുക്ക് ന്യൂട്രോൺ നമ്പർ 0 കിട്ടണം. അത് നോക്കാം. പ്രോട്ടോണിന് ഇല്ല. പിന്നെ +1 ഇലക്ട്രോണിന് +1ഉം ഈ ന്യൂ ബാർ ഇക്ക് -1 ആണ്. അപ്പോൾ ഇവിടെ ഒരു 0 -1 +1, ഇത് രണ്ടും കൂടെ 3ഉം കൂടെ നമുക്ക് ഇവിടെ 0 കിട്ടുന്നു. ന്യൂട്രോണിൻ്റെ ലെപ്റ്റോൺ നമ്പർ 0 ആണ്. സോ in this both side baryon number is conserved, lepton number is also conserved. So ഇത് ഒരു ന്യൂട്രോൺ ഡീക്കേൻ്റെ കേസാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ പാർട്ട് 2 നമുക്ക് വീണ്ടും കാണാം. അതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ട്. ഇതുവരെ എടുത്തത് ഒന്ന് നോട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. താങ്ക് യു.